CJP സമരത്തിൽ പങ്കെടുത്തതിന്റെ പ്രതികാരമാണ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിനു പിന്നിലെന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് മത്സരാർത്ഥിയും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുമായ ജാൻമണി ദാസ്. ഹിന്ദി വീഡിയോയുടെ മലയാളം വേർഷൻ വന്നപ്പോൾ അത് താൻ പറഞ്ഞെന്ന രീതിയിലായിപ്പോയി. തനിക്കറിയുന്ന മലയാളത്തിലാണ് പറഞ്ഞു കൊടുത്തതെന്നും അങ്ങനെയുള്ള വാക്കുകൾ തന്റെ വായിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലായിരുന്നുവെന്നും അതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും ജാൻമണി പറഞ്ഞു. CJP സമരവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ 48-കാരിയായ ജാൻമണി ദാസ് ഉൾപ്പെടെ 3 പേരെ സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നോട്ടീസ് നൽകിയ ശേഷം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കോഴിക്കോട് സൈബർ സിറ്റി പോലീസാണ് ജാൻമണിയുടെയും പരാമർശം വന്ന വീഡിയോ പകർത്തുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്ത തിരുവമ്പാടി തമ്പലമണ്ണ അത്തിപ്പ കല്ലാക്കൽ വീട്ടിൽ KS എബിൻ, പാലക്കാട് മണ്ണാർക്കാട് കരിമ്പ കൂർമഞ്ചോല വീട്ടിൽ KS സജിത് എന്നിവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്നാണ് ജാൻമണിയുടെ പേരിലുള്ള പരാതി. ചേരിതിരിവുണ്ടാക്കി സമൂഹത്തിൽ ലഹളയുണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചെന്നാണ് 3 ആളുകളുടെ പേരിലുള്ള കുറ്റം. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസിന്റെ പരാതി പ്രകാരമാണ് കേസെടുത്തത്. 3 പേരെയും സൈബർ പോലീസ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് സൈബർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ D മനോഹരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. അസം സ്വദേശിയാണെങ്കിലും ജാൻമണി എറണാകുളത്താണ് താമസിക്കുന്നത്. ഒരു വ്യക്തിക്കെതിരായ നിയമ പോരാട്ടമല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സമൂഹത്തിനെതിരായ പോരാട്ടമാണ് ഇതെന്ന് ജാൻമണിക്കെതിരെ പരാതി നൽകിയ നവ്യ ഹരിദാസ് പ്രതികരിച്ചത്. ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ CJP ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജാൻമണിയുടെ പരാമർശം. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അധിക്ഷേപിക്കുന്ന പരാമർശമാണ് ഉണ്ടായതെന്നാണ് വ്യാപകമായി പരാതി ഉയർന്നത്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതെന്നാണ് FIRൽ പറയുന്നത്. സമൂഹമാധ്യമങ്ങളിൽ ജാൻമണിയുടെ പരാമർശം വ്യാപകമായി പ്രചരിച്ചതോടെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങളും ഉയർന്നിരുന്നു. തുടർന്ന് സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ജാൻമണി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെ രംഗത്തു വന്നു. ആരെയും വേദനിപ്പിക്കാനല്ല പറഞ്ഞതെന്നും പരസ്യമായി ക്ഷമ ചോദിക്കാൻ ആഗ്രഹമുണ്ടെന്നും ജാൻമണി പറഞ്ഞിരുന്നു. മാപ്പ് ചോദിച്ച് ജാൻമണി വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിലും കേസ് നടപടികളുമായി പോലീസ് മുന്നോട്ടു പോവുകയായിരുന്നു.